ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാട്ടിൽ നിന്ന് ഉമ്മ കുറച്ച് സാധനമെല്ലാം കൊടുത്തുവിട്ടിരിക്കുകയാണ് ഇങ്ങോട്ടേക്ക്. അപ്പോൾ അത് തുറക്കുന്ന വീഡിയോ, പിന്നെ അതേപോലെ തന്നെ നമ്മളെ മിച്ചൂസിന് പല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് പല്ലട വെച്ച ഒരു വീഡിയോ കൂടി ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഇത് ഉമ്മ കൊടുത്തുവിട്ടിട്ട് കുറേ ദിവസമായിട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ലേറ്റായി പോയി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ കുറച്ച് ബേക്കറി ഐറ്റംസാണുള്ളത്. പിന്നെ ഫസ്റ്റിൽ തന്നെ കേക്ക്, നമ്മൾ ടീ കേക്ക്, നമ്മൾ നാട്ടിലത്തെ എമ്മറയത്തെ കേക്കാണിത്. പിന്നെ മിക്സഡ് ബിസ്ക്കറ്റ്, ഇതെല്ലാം ഫസ്റ്റിലുള്ളത്. പെട്ടി ഓർക്കുമ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമാണ്. ഓൾക്കുള്ള എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ആ പരിയെ തന്നെ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഓളും ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് എടുക്കുന്നതിനനുസരിച്ചിട്ട് ഓള് മാറ്റി മാറ്റി വെക്കുന്നുണ്ട്. ഇത് കായ്പോളയാണ്. പിന്നെ ഇത് നല്ല നാടൻ കറുത്ത അലുവ ഉണ്ട് ഇതിൻ്റെ അകത്ത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറായിക്ക്. കുറേ നാളായി കറുത്ത അലുവയെല്ലാം തിന്നിട്ട്. ഇത് ഉമ്മാൻ്റെ സ്പെഷ്യൽ ഇറച്ചി പൊരിച്ചത്, ബീഫ്. അപ്പോൾ ഇതിങ്ങനെ പൊളിക്കുന്നതിനനുസരിച്ചിട്ട് ഞാൻ ഇങ്ങനെ തിന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഉമ്മ ഉണ്ടാക്കിയ നല്ല ഒരു വെള്ള കളറുള്ള ഉണ്ണിയപ്പം. പിന്നെ അടുത്തത് ചാമ്പക്കൻ്റെ സമയത്തൊന്നും നമ്മളങ്ങനെ നാട്ടിൽ ഉണ്ടാവലില്ല. ചാമ്പക്ക, അതേപോലെ ഞേർക്ക എന്നെല്ലാം പറയുന്നത് സാധനമെല്ലാം ഉണ്ടാകുന്ന സമയത്ത് നമ്മളങ്ങനെ നാട്ടിലുണ്ടാവലില്ല. അപ്പോൾ ഇതിപ്പോൾ ഓരോരാളിങ്ങനെ സ്റ്റാറ്റസ് എല്ലാം വെച്ച് കാണുമ്പോൾ പൂതിയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഉമ്മ കൊടുത്തുവിട്ടതാണിത്. പിന്നെ ഇത് തേങ്ങ ചിരണ്ടിയതും കല്ലുമ്മക്കായി പുഴുങ്ങിയതുമാണ്. അത് വേറെ തന്നെ പാക്ക് ചെയ്തതാണ്. പിന്നെ അതേപോലെ തന്നെ കല്ലുമ്മക്കായാന്ന് തോന്നുന്നുണ്ട് ഇത്. ഇത് കല്ലുമ്മക്കായാണ്. നല്ല പൊരിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കൊണ്ടുവരുന്ന സാധനമാണിത്, നമ്മളെ കായ് വറുത്തത്. ചുക്കപ്പം, ഇതെല്ലാം പിന്നെ എൻ്റെ കാർണോറാട്ടാ ഇതെല്ലാം സാധനമെല്ലാം കൊണ്ടാകുന്നത് ഇങ്ങോട്ട്. അപ്പോൾ കാർണോറ അമ്മായിൻ്റെ ഉമ്മയെല്ലാം കൊടുത്തുവിട്ട സാധനം ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ബേക്കറിയെല്ലാം അമ്മായിൻ്റെ ഉമ്മയെല്ലാം കൊടുത്തുവിട്ടതാണ്. പിന്നെ ഇത് ചെറിയ കൊഞ്ചം പൊരിച്ച് കൊടുത്തുവിട്ടിട്ടുണ്ട് ഉമ്മ. അപ്പോൾ ഇതാ ഇടിയുണ്ട്, പഴമെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണത്. പിന്നെ കായ ഉപ്പേരി, പിന്നെ ഇതാ കിഴങ്ങ് വറുത്തത്. പിന്നെ സ്ഥിരമായിട്ട് ഇതേപോലെ തന്നെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിലെല്ലാം ഉമ്മ അധികം കൊടുത്തു വിടുന്ന സാധനമാണ് കറിവേപ്പില. നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചതാണിത്. പിന്നെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്തെല്ലാം കൊടുത്തു വിടേണ്ടതെന്ന് ഉമ്മക്ക് തിരിയൂല. അങ്ങനെയാണ് ഉമ്മ, മാഷാ അല്ലാഹ്. പിന്നെ ഇതാ പത്തിലൂടേണ്ട പൊടിയുണ്ട്, അമീസ് പൊടി. പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് സംഭവം കാണുന്നത്. ഉമ്മ കൊടുത്തിട്ടതാണ്. ഇഡ്ഡലിപ്പൊടിയാണ്. നാട്ടിൽ ഞാൻ ഇതുവരെ വാങ്ങിക്കില്ല, ഉണ്ടാക്കി നോക്കണം. പിന്നെ മുത്താറിപ്പൊടി മോൾക്ക് മലിഹക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇത് നല്ലൊരു സാധനം കേട്ടോ, തക്കാളി മുറുക്ക് എന്ന് പറയും. ഇത് നല്ല രസമാണ് കഴിക്കാൻ. പിന്നെ അതാ ഇടിയുണ്ട്. പിന്നെ ഇതാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മിക്സ്ചറാണ് ഇത്, പൈവള മിക്സ്ചർ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ അത് ഞാൻ ഉമ്മയോട് പറഞ്ഞിരിക്കാൻ എനിക്ക് വേണമെന്ന്, അങ്ങനെ ഉമ്മ വാങ്ങിയതാണ്. പിന്നെ ഇതാ എൻ്റെയും അച്ഛൻ്റെയും ഫേവറേറ്റ് മഞ്ച്. ഞാനിങ്ങനെ ഇവിടെ നോക്കലുണ്ട് കേട്ടോ, ഷോപ്പിലെല്ലാം പോകുമ്പോൾ മഞ്ചെല്ലാം ഉണ്ടോയെന്ന്. പക്ഷെ ഇവിടെ മഞ്ചൊന്നും കിട്ടലില്ല. നല്ല കല്ലുമ്മക്കായ അച്ചാർ, പിന്നെ ഉമ്മ കുറച്ച് പഴം കൊടുത്തു കൊടുക്കാനും. പിന്നെ ഇതാ കായ്പോളെല്ലാം നമ്മൾ അന്നേരം തന്നെ ഇതാ മുറിച്ചിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കലാണ്.
അപ്പോൾ മാഷാ അല്ലാഹ് നമ്മളെ ഉമ്മമാർക്കെല്ലാം ഉള്ള ആയുസ്സും ആഫിയത്തും ആരോഗ്യമെല്ലാം കൊടുക്കട്ടെ. അപ്പോൾ ഇതെല്ലാമാണ് നാട്ടിൽ നമ്മൾ കൊടുത്തിട്ട സാധനങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് പല്ലടൻ്റെ വീഡിയോ കണ്ടു നോക്കാം. മക്കൾക്ക് പല്ല് വന്നു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ പണ്ട് പണ്ടേയുള്ള ഉമ്മമാരെല്ലാം വെച്ച് കൊടുക്കുന്നതാണ്. അട ഉണ്ടാക്കിയിട്ട് കുറച്ച് ഐറ്റംസ് എല്ലാം അവരെ മുന്നിൽ വെച്ച് അവരെ ഇഷ്ടമുള്ളത് പോയിട്ട് എടുക്കും. അതാണ് പല്ലട ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അട ഉണ്ടാക്കാം. അട ഉണ്ടാക്കിയിട്ട് മലിഹാനെ കൊണ്ട് എടുപ്പിച്ച് നോക്കാം. അപ്പോൾ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെള്ളം ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 പീസ് വെല്ലമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 5-6 അട മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അതിനനുസരിച്ചിട്ടാണ് വെല്ലം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങൻ്റെ അളവിനനുസരിച്ചിട്ടും അതേപോലെ തന്നെ അരിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള വെല്ലം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി പണ്ടത്തിൽ. അപ്പോൾ തേങ്ങൻ്റെ ഫില്ലിങ്ങിന് നമ്മുടെ നാട്ടിൽ പണ്ടെന്നാണ് പറയാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെള്ളത്തിൽ ഒരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് സാദാ വെള്ളത്തിലാണ് ഞാൻ ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ വെല്ലം ഇവിടെ നന്നായിട്ട് ഉരുകി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നല്ല ജീരകവും അതേപോലെ തന്നെ ഏലക്കായും കൂടി പൊടിച്ചതാണിത്. അപ്പോൾ ഇതൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അട കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ബദാമിൻ്റെ ഇതേപോലത്തെ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പണ്ട നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അടക്ക് വേണ്ടിയിട്ടുള്ള പണ്ടെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങാം. ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതേപോലെ നമുക്ക് നന്നായിട്ട് നേരിങ്ങനെ കൈവച്ചിട്ട് തന്നെ ഇലയിൽ ഇതേപോലെ പരത്തി കൊടുക്കാം. നല്ല നൈസായിട്ട് പരത്തിയിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ പണ്ടം വെച്ചിട്ട് അട ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിരിക്കും അട. കട്ടിയിൽ അരി വെച്ച് പരത്തി കഴിഞ്ഞാൽ നമ്മൾ അട കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നേരിങ്ങനെ ഇതേപോലെ പരത്തി കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും ചൂടോടെ അട കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഒരു സൈഡിലേക്കായിട്ട് പണ്ടം വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് ഉള്ളിലേക്ക് എല്ലാം ആവുന്ന രീതിയിൽ ഇങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ എല്ലാ അടയും ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കട്ടെ. അപ്പോൾ എല്ലാ അടയും ഇതേപോലെ ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവി പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ഒരു മീഡിയം സൈസ് തീയിൽ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അട റെഡിയാവും. അപ്പോൾ ഇത് അടയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മലിഹ ഇവിടെ ഡ്രസ്സെല്ലാം മാറ്റി
ഇവിടുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ പല്ലട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടേ നമ്മളെ പണ്ടുള്ള ഉമ്മമാരും എല്ലാം വെച്ച് കൊടുക്കുന്ന ഒരു സംഭവമാണ്. അവർക്ക് ഈ കുട്ടികൾക്ക് ഏതാ ഇഷ്ടമുള്ളത് അവരത് തൊടട്ടെ എന്നുള്ളൊരു ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുന്നതാണ്. ചൂടോടെ അടയെല്ലാം കടുപ്പിക്കും, അട ഉണ്ടാക്കി ചൂടോടെ കടുപ്പിക്കണം പല്ല് വന്നു കഴിഞ്ഞാൽ, ഇതെല്ലാം പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു തമാശ പോലെ ചെയ്യുന്ന ഒരു സംഭവമാണ്. വലിയ കാര്യമൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. എന്നാലും ഞാൻ അച്ഛന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നാട്ടിലുള്ള സമയത്ത്. ഉമ്മ ഇതേപോലെ അടയെല്ലാം ചുട്ടിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവൾക്കും വെച്ച് കൊടുക്കാമെന്ന്. അങ്ങനെ ജസ്റ്റ് ഒരു തമാശക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ബുക്ക്, കിതാബ്, ഓളെ ടോയ്സ്, പിന്നെ അട, പെൻസില്, പിന്നെ ഗോൾഡ്, പൈസ, ഇതെല്ലാമാണ് ഈ പല്ലട ഫങ്ഷനിക്ക് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് മലിഹാന ബാക്ക് സൈഡിലാക്കിയിട്ട് അപ്പോൾ ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് മലിഹാന ബാക്ക് സൈഡിലാക്കിയിട്ട് ഇരുത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഇവിടെ സെൻറ്ററിലാണ് വെക്കേണ്ടത്, ഇവിടെ ഇരുത്തി കൊടുക്കേണ്ടത്. പക്ഷേങ്കിൽ കുറച്ച് ബാക്കോട്ടായി പോയി ഇരുത്തിയത്. അപ്പോൾ ആ മാറ്റിലൂടെ വരാണ്ട് സൈഡിലൂടെയാണ് വന്നിട്ട് ഇതെല്ലാം എടുത്തത്. ഫസ്റ്റിൽ തന്നെ ഓള് തൊട്ടത് തേങ്ങയാണ്. അതെടുക്കാൻ പറ്റില്ല, കുറച്ച് വെയിറ്റ് ഉള്ളതല്ലേ. അതുകൊണ്ട് പിന്നെ പൈസ കണ്ടപ്പോൾ പിന്നെ പൈസയാണ് എടുത്തത്. പിന്നെ പെൻസിൽ എടുത്ത് അട എടുക്കുകയാണ് ചെയ്തത്. പിന്നെ പെൻസിൽ എടുത്തിട്ട് പിന്നെ അടയാണ് എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയാണെന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ. അസ്സലാമു അലൈക്കും.